ഞാൻ ഈ ഒരു മേഖലയ്ക്ക് ഏകദേശം 4 വർഷമായി കമ്പനിയുടെ RTC എന്ന റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി എന്റെ സ്വന്തം ചേച്ചി മല്ലിക എന്ന് പറയും. ഇന്ന് ചേച്ചി കമ്പനിയുടെ NTC എന്ന റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് ഇല്ലെങ്കിൽ ഇത്രയും വളരെ ഡീപ്പായിട്ട് ഇന്നെ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് കൃത്യമായി പറഞ്ഞു തന്ന ഞങ്ങളുടെ NTC ലീഡർ നൗഷാദ് സാറാണ്. നൗഷാദ് സാറിന് തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ബേസിക്കലി ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. കനറ ബാങ്കിലായിരുന്നു, റിലേഷൻഷിപ്പ് മാനേജർ ആയിരുന്നു. ഒരു 30,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷമുണ്ട്, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് ഇതില് ജോലി റിസൈൻ ചെയ്തെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ആരും കോടീശ്വരനായിട്ടില്ല. ഞാൻ 13 കൊല്ലം ബാങ്കിൽ ജോലി ചെയ്തപ്പോ എനിക്കുണ്ടായത് ഒരു കാറും വീടൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ ഇവിടെ പ്രവർത്തിച്ച ഒരു 5 or 6 വർഷം പ്രവർത്തിച്ച ഞാനിത് തുടങ്ങുന്ന സമയത്ത് അന്ന് ITC ആയിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഗ്രേറ്റ് അനീഷ് സാറ്, അനൂപ് സാറൊക്കെ ഇന്ന് ഡയമണ്ട് എന്നുള്ള ആ റാങ്കിലേക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന് പുറത്താണ് ഇന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ നോക്കി നോക്കുമ്പോ ഇതൊരു ബിസിനസ് ആണ് അല്ലെ. ഇതൊരു ബിസിനസ് ആണെങ്കിൽ എന്തൊക്കെ വേണം, ഒരുപാട് പൈസ ഒക്കെ ഇറക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ ആഴ്ചയിൽ 2,10,000 തരാമെന്ന് പറയുന്നുണ്ട്. ഈ 2,10,000 ആഴ്ചയിൽ കിട്ടാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത എനിക്കില്ല. എനിക്കൊരു ഡിഗ്രി മാത്രമേ ഉള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ആഴ്ച 2,10,000 ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ 2,10,000 അങ്ങോട്ട് ഇറങ്ങണ്ടേ. അതിനിറക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലല്ല ഞാനും ചേച്ചിയുള്ളത്. അപ്പൊ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് വന്നു, ആ ഉൽപ്പന്നങ്ങൾ വളരെ റിസൾട്ട് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി ഇന്ന് ഒത്തിരി കുടുംബങ്ങളിലേക്ക് വരുമാനങ്ങളും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ബിസിനസ് വ്യാപിക്കാനൊക്കെ സാധിച്ചു. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അസാധാരണക്കാരെ മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് പെട്ടെന്ന് വന്നതല്ല. ഞാൻ 3 മാസം പാർട്ട് ടൈം ആയിട്ടൊക്കെ നോക്കി എന്നിട്ടാണ് വന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം, ജോലിയൊക്കെ അല്ലെ, ഇന്ന് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തില്ല. ഇത് കുറച്ചു കാലം മുന്നെയാണ് ഞാൻ ബാങ്കിൽ കയറിയത്. അപ്പോ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് അസാധാരണക്കാരനായി മാറാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് തിരിച്ചറിവിന് പുറത്ത്. അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. എന്താണ് അറിവും തിരിച്ചറിവും? അറിവാണ് സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരിക, തിരിച്ചറിവാണ് അത് നിർത്തുക എന്നല്ലേ. അല്ലെ, എത്ര ആള് നിർത്താറുണ്ടത്? കുറച്ച് ആളുകളുണ്ട്. നിർത്തുക ക്യാൻസർ വന്ന് 90% ലൈഫ് പോയിട്ട് അല്ലെ. അപ്പൊ നിർത്തിട്ട് വല്ല കാര്യമുണ്ടോ? RCCയിലേക്ക് പോയിട്ട് കയറുന്ന കാര്യമുണ്ടോ? ഇല്ല. അതായത് ഇത്രേ ഉള്ളൂ, ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ആരും കോടീശ്വരനായില്ല ഇല്ല എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഇന്ന് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും ഒരു പ്രാർത്ഥന ആയത് ഇല്ലെങ്കിൽ ഇങ്ങനെ ആയത് ഈ ഒരു മൈലേജ് എന്നുള്ള കമ്പനിയിൽ വന്നിട്ടുണ്ട്. കാരണം ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് സംസാരിക്കാൻ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ 4 ആള് കേൾക്കണം എന്നൊക്കെ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ വേദിയില്ലല്ലോ. ഞാൻ ബാങ്കിലായിരുന്നു. അവിടെ മാസ സമയത്തൊക്കെ ടോപ്പ് ആവാറുണ്ട് ഇടയ്ക്ക്, ചില മാസങ്ങളിലൊക്കെ. അപ്പൊ നമുക്കൊരു സ്ക്രോളിംഗ് മാത്രമേ, കൺഗ്രാജുലേഷൻ കൃഷ്ണാസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് അവിടെ അല്ല. RTC എത്തുമ്പോ ഇന്ന് ഇവിടെ ബാങ്കിലാണെങ്കിൽ ഞാൻ 1-2 പ്രൊമോഷൻ കഴിഞ്ഞിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. എന്നാൽ ഇന്ന് ഇവിടെ RTC ഏകദേശം 6 റാങ്ക് ഒക്കെ എത്തിയതിനു ശേഷം അത് അച്ചീവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ നിങ്ങൾ നോക്കിയൊക്കെ സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആളുകൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ MC മേഡമൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നു. അതൊക്കെ ഇവിടെ അല്ലാതെ വേറെ എവിടെയും കിട്ടില്ല സുഹൃത്തുക്കൾ. ഒരു മനുഷ്യന് കിട്ടുന്ന അംഗീകാരങ്ങൾ എന്താ അല്ലെ? ഒരു മനുഷ്യന് കിട്ടുന്ന അംഗീകാരങ്ങൾ ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് ഒരു 4 ആളുടെ കയ്യിൽ നിന്ന് കയ്യടികളും അംഗീകാരങ്ങളും അത് ഇവിടെ കിട്ടുന്നതാണ്. ഇനി അത് മാത്രമല്ല, ചില സമയത്ത് ഇതുപോലെ വരും ബിസിനസ് ചെയ്യുമ്പോ ഇടയിൽ ചെറിയ ഡിസ്റ്റർബൻസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇന്ന് ബൈ പ്രൊഫഷൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വന്നത് ഇതിന്റെ പൊട്ടൻഷ്യലാണ്. അത് ഇന്നോ നാളെ എന്നുള്ള രീതിയിലല്ല. ഇവിടെ മേഡമൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചു കാലം ഇതിനെ മനസ്സിലാക്കണം. അതായത് എന്താ, ക്ഷമ വേണം. നിങ്ങൾ ആലോചിച്ച് 1 മുതൽ 10 വരെ പഠിച്ചു അല്ലെ, 10 കൊല്ലം. അതിനുശേഷം +2 പഠിച്ചു 2 കൊല്ലം. അതിനുശേഷം ഡിഗ്രി ഒരു 3 കൊല്ലം അല്ലെ. 15 കൊല്ലം പഠിച്ചിട്ട് 10,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടോ ഇന്ന് ആളുകൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1, 2, 3 വർഷം ഒന്ന് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് കിട്ടും? 2,10,000 രൂപ. ഒരുപക്ഷെ പല ആളുകളും ചെയ്യാത്തതും ആ 2,10,000 തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹിക്കില്ല. മലയാളികൾ അങ്ങനെയാണ്. പഴയതിനെ
തള്ളിക്കളയുക, പുതിയത് ഉൾക്കൊള്ളൂല അല്ലെ? അങ്ങനെയാണ് പല ആളുകളും. ഒരു കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു പക്ഷെ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം രൂപ ശമ്പളമൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്. ഇന്ന് അവര് ഒരുപക്ഷെ അവര് പുലികളായിരിക്കും. ഞങ്ങൾക്ക് ഇത്ര കിട്ടുന്നു അല്ലെ? എന്നാ ഇവിടെ തുടങ്ങുന്ന ആളുകൾ ചിലപ്പോൾ 500 1000 പക്ഷെ ഈ ഒരു ബിസിനസ് പ്രത്യേകത എന്താ വെച്ചാൽ ടീമുകൾ വലുതാവുമ്പോ എന്തുണ്ടാവും, നമ്മുടെ ഇൻകം കൂടും. പക്ഷെ അപ്പൊ എന്തുണ്ടാവും, ജോലി ചെയ്യുന്ന 5 ലക്ഷം കിട്ടുന്ന ആള് ഈ വർഷം 5 ലക്ഷം തന്നെയാണ്, അടുത്ത വർഷം 5 ലക്ഷം തന്നെ, അതിന്റെ അടുത്ത കൊല്ലം 5 ലക്ഷം തന്നെ അല്ലെ? എന്നാ ഇവിടെ അടുത്തതിന്റെ അടുത്ത കൊല്ലം ഇവിടെ എത്ര ആയിരിക്കും? ഒരു വർഷത്തില് 1,90,00,000 ആ എമൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. 54 ഇൻറ്റു എത്ര, 2,10,000 നേടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതായത് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇവിടെ കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ കയറിക്കൊണ്ടിരിക്കണം. ഇത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ ഇതിലേക്ക് പ്രവർത്തിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചി NTC ആണ്, ചേച്ചിയുടെ മോൻ തന്നെയാണ് ഇത് ശിവന്. ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഇപ്പൊ ആദ്യം ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന് 3 RTC ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ 2 ആളായി. എന്തായാലും ആള് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RTC ആവും, ഓട്ടോമാറ്റിക് ഞാനും NTC ആവും. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ്. ഇതിവിടെ പറയാണ്ടായ കാരണം വേറൊന്നല്ല, ഞാൻ പ്രൊമോഷനായി പോയാലോ അല്ലെങ്കിൽ ഞാൻ ആ ജോലി രാജിവെച്ചാലോ എന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എന്റെ ചേച്ചിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ അവിടെ ജോലി കിട്ടില്ല. എന്നാ ഇവിടെ ഞങ്ങൾ വന്നു, എന്റെ ചേച്ചി പിന്നെ കൊടുന്നു. ഇന്ന് ചേച്ചി NTC ആയപ്പോ ഞാൻ RTC ആയി. ചേച്ചി കൊടുന്നത് തന്നെയാണ് ചേച്ചിയുടെ മോൻ. ചേച്ചി NTC ആയപ്പോ ആരായി, ആള് RTC ആയി. ഈ ബിസിനസ്സിലെ പ്രത്യേകതയാണ് ഇത് പല ആളും തിരിച്ചറിയുന്നില്ല അല്ലെ? എന്ന് മാത്രമല്ല, ഒരേ ഐഡിയയിൽ കൂടെ രണ്ടാമത്ത് ഇവിടെ 3 ഐഡി വരെ ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നാളുകളിൽ ആരാണ്, കോടീശ്വരന്മാരാണ്. ഇത് പറയുമ്പോ ചിലപ്പോ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്കറിയില്ല. ഞാനിപ്പോ ആദ്യം കേൾക്കുന്ന ആളുകൾ കേട്ട പോലെ തന്നെ ഇത് കോടീശ്വരന്മാരെങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കില്ലേ, ഞങ്ങളൊക്കെ കോടീശ്വരന്മാരാവും അല്ലേ? ഇവിടെ ആരും പറഞ്ഞ പോലെ വിശ്വാസം, ആ വിശ്വാസമാണ് എല്ലാം. വിശ്വാസം വേണം. ഞാൻ ആരാവും എന്നുള്ള വിശ്വാസം എനിക്ക് വേണം, വേണ്ടേ? അപ്പൊ നിങ്ങൾ എവിടെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടാവും. എനിവേ എന്തായാലും നാളുകളിൽ കോടീശ്വരന്മാരായി മാറട്ടെ. അതിന് സർവശക്തനായ ജഗദീശ്വരൻ ഒരു അവസരം നിങ്ങൾ തന്നിട്ടുണ്ട്. തീരുമാനം നിങ്ങളാണ്. നിങ്ങൾ ഒന്നിലേക്ക് ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെയാണ്. എന്തായാലും ചെയ്യുന്ന ആളുകള് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. വലിയ വിജയങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാവട്ടെ. അതിന് സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പേര് ഷിബിൻ എന്നാണ്, എടപ്പാള സ്വദേശം. ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വന്നത് മാമസുഹൃത്ത് പോലെ തന്നെ അമ്മയാണ് ബിസിനസ് തന്നത്. എന്തായാലും ഈ ബിസിനസിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പറഞ്ഞു തന്നതും മനസ്സിലാക്കിയതും ഒക്കെ ഞങ്ങളെല്ലാം ഗ്രേറ്റ് ആയിട്ടുള്ള നൗഷദ് സാറാണ്. അമ്മയ്ക്കും നൗഷദ് സാർക്ക് കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. 2018 ആദ്യമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് മൈലേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കുറച്ച് ഉൽപ്പന്നങ്ങളുമായിട്ട് അമ്മ വീട്ടിലേക്ക് വരുന്നത്. ആ വരുന്ന സമയത്ത് ഇത് ഇത്രയും വലിയ മഹത്തായിട്ടുള്ള അവസരമൊന്നും മനസ്സിലാക്കിയിട്ടല്ല അമ്മയും കൊടുക്കുന്നത്. അമ്മയ്ക്ക് കുറച്ച് തേയ്മാനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതാണ്. അമ്മയുടെ കൂട്ടുകാരി LIC ആയിട്ടുള്ള ഓമന എന്ന് പറയുന്ന വ്യക്തിയാണ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ആ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അത് ഉപയോഗിക്കാൻ തുടങ്ങി. കൂടെ കുറച്ച് പേസ്റ്റും എയർ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. വീട്ടിലുള്ള പല്ലൊക്കെ പോകുമ്പോ കോൾഗേറ്റ് ഒക്കെ മാറി അവിടെ ഇതാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളത് ഉപയോഗിച്ചു തുടങ്ങി. ആ സമയത്തൊന്നും ഇതിലെ ബിസിനസ് കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഒരു മീറ്റിംഗിലും ട്രെയിനിങ്ങിലൊക്കെ അച്ഛനും അമ്മയും കൂടി പോയപ്പോഴാണ് ഇതൊരു വലിയ ബിസിനസ് ആണെന്നും ഇതിൽ കൂടെ ആഴ്ചത്തോടെ 2,10,000 കിട്ടുമെന്നൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടത്. അത് അന്നത്തെ ആ സമയത്ത് സിഗ്നേച്ചർ ആയിട്ടുണ്ടായിരുന്ന സുമിത മേഡത്തിനൊക്കെയാണ് അതിൽ നേരിട്ട് കാണാൻ സാധിച്ചത്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള സുമിത മേഡത്തിനെ അത് കാണാൻ സാധിച്ചു. അപ്പൊ ആ സമയത്ത് അത് അച്ഛനാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അച്ഛൻ ടൈലറാണ്, സുമിത മേഡം ടൈലറാണ്. പക്ഷെ സുമിത മേഡം ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 2 ദിവസം വരുന്നു. അന്ന് ആ സമയത്ത് അച്ഛനും കുറച്ചും കൂടി ഈ ഒരു ബിസിനസിനെ കുറിച്ച് എന്താ ചെയ്തു നോക്കാം എന്നുള്ള ചിന്തയിലോട്ട് മാറി. അച്ഛനും കൂടി വീട്ടിലേക്ക് വന്നു. ബിസിനസിനെ കുറിച്ചൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത സമയത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടുകാരോട് പോയി പറഞ്ഞ ആദ്യം കേട്ട ആൾക്കാർ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണോ റിയാക്ഷൻ ഉണ്ടായത് അതുപോലത്തെ റിയാക്ഷൻ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ആ സമയത്ത് ഒരു കോളേജ് പഠിപ്പിക്കുകയാണ്. AWH എന്ന് പറയും, ആനക്കര, പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. അപ്പൊ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല. കുറെ ചുവന്ന പാത്രങ്ങളും കുറെ ബോക്സുകളായിട്ട് മാത്രമാണ് തോന്നിയത്. അപ്പോ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് നല്ലൊരു ജോലി ഉള്ളത്, കാരണം അമ്മ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നാട്ടിൽ തന്നെ വട്ടോളം പോസ്റ്റ് ഓഫീസിൽ. അപ്പൊ അമ്മോട് പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ജോലിയുള്ളത്, വെറുതെ എന്തിനാണ് ഇതിനൊക്കെ
അവർക്ക് കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികം, ഞങ്ങൾ 3 മക്കളാണ്, ഞങ്ങൾ 3 പേരെ പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനിയത്തൊക്കെ ആ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ കുറച്ചും കൂടി അധിക വരുമാനം വേണ്ടുകൊണ്ട് അവർ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തു. അതൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ബിസിനസിന്റെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ അമ്മയ്ക്ക് കോൺടെസ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി. അങ്ങനെ അച്ഛനും അമ്മ കൂടി മലേഷ്യയിലൊക്കെ പോകാനുള്ള ഭാഗ്യം ഈ ബിസിനസ്സിലൂടെ ലഭിച്ചു. ആ സമയത്തൊക്കെയാണ് ഞാൻ അപ്പോഴൊന്നും ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടോ ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ആഴ്ച 2,14,000 വാങ്ങുന്ന ആളുകളൊക്കെ കാണാനൊക്കെ സാധിച്ചത്. അങ്ങനെ കണ്ട സമയത്താണ്, എയർപോർട്ടിലൊക്കെ പോയ സമയത്താണ് അങ്ങനെ കാണാൻ സാധിച്ചത്. ആ കണ്ട സമയത്ത് കുറച്ചും കൂടിയൊക്കെ വിശ്വാസമൊക്കെ വന്നു, ഈ ബിസിനസ് നല്ലതായിരിക്കാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ വിശ്വാസമൊക്കെ പകുതി വീണ്ടും പോയി. പിന്നീട് ഞാൻ എന്റെ ജോലിക്ക് തന്നെ പോയി തുടങ്ങി, അടുത്ത ജോലി നോക്കി തുടങ്ങിയത്. കാരണം കോളേജിലത്തെ വരുമാനം പോരാതെ വന്നപ്പോൾ അടുത്ത ജോലി നോക്കി തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് KSF ജോലി കിട്ടി. പൊന്നാനി KSF പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സർക്കാർ സ്ഥാപനമാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഇത്തരത്തിലുള്ള GTS പ്രോഗ്രാമിനകത്ത് എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പുറകിലിരുന്ന് കുറെ നേരം മൊബൈലൊക്കെ കളിച്ചുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ കൃത്യമായിട്ടൊന്നും ബിസിനസിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടി വന്നതായിരുന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാ. ഒരുമിച്ച് തിരിച്ചു പോകാന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കയറിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കയറിയുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. അതിനുശേഷം എന്റെ ഗൈഡിലുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞു നൗഷാദ് സാർ കൃത്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തന്നു. അത് അദ്ദേഹം രണ്ടാമത് പറഞ്ഞു തരേണ്ടി വന്നതാണ് കാര്യം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് രണ്ടാമത് എനിക്ക് പറഞ്ഞു തരേണ്ടി വന്നു. അങ്ങനെ രണ്ടാമത് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞാല് ഒരു 3 വർഷം നീ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്യും, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ മാറുന്നതിനെ കൊണ്ട് സാധിക്കും, ഒന്ന് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് അദ്ദേഹം ഒരുപാട് പ്രൂഫുകളൊക്കെ കാണിച്ചു തന്ന സമയത്ത് ഞാൻ ഒന്ന് ചെയ്തു നോക്കാന്നുള്ള തീരുമാനത്തിലേക്ക് മാറി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന KSF ആർക്കും പോലും ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനം ഇല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന KSF ഒരു മാസം 2 ലക്ഷം സാലറി ഒന്നും ഒരാൾ പോലും ഇല്ല. ഇവിടെ നോക്കുമ്പോ ആഴ്ചയിൽ 2,14,000 തരാന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ നോക്കി 1.5 ഉള്ളവരുണ്ടോ, 1 ലക്ഷം ഉള്ളവരുണ്ടോ, ഇങ്ങനെയൊക്കെ എന്റെ നോട്ടങ്ങൾ. പിന്നെ 50,000 സാലറി ഒന്നും ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ആണ് KSF നോക്കിയ സമയത്ത് 15-20 വർഷമായിട്ട് ആ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് മാക്സിമം ഇപ്പോൾ എത്താൻ പറ്റുള്ള 80,000-ഒക്കെയാണ് മാക്സിമം ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും എത്താനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി, ഞാൻ എത്ര കൊല്ലം പണിയെടുത്താലും എനിക്ക് KSF എന്ത് വെക്കൂല, 1 ലക്ഷം പോലും സാലറി മേടിക്കാനായിട്ട് സാധിക്കൂല. ഇവിടെയാണ് കാഴ്ച 2 ലക്ഷം പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്തു നോക്കാൻ തീരുമാനം എടുത്തു. അങ്ങനെ പാർട്ട് ടൈം ചെയ്തു തുടങ്ങി. 6 മാസം ചെയ്തപ്പോഴത്തേന് എനിക്ക് ഇതുപോലെ ചെറിയ വരുമാനം കിട്ടി. ഇപ്പോൾ എനിക്ക് കുറെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 1000, 1500, 2000 ഒക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ റൂബി എന്നുള്ള റാങ്കിലോട്ടും TCP താഴെ എത്തിയ സമയത്താണ് ഈ ബിസിനസിനെ ഒരു ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിക്കും. അതിന് റീസൺ ഉണ്ട്. കാര്യത്രേ ഉള്ളൂ, KSF വരുമാനം എനിക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കില്ല. എത്ര പണിയെടുത്താലും അവിടെ കിട്ടുന്ന സാലറി മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ മൈലേജിൽ അങ്ങനെയാണോ? മൈലേജിൽ അങ്ങനെയല്ല. എനിക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായി. ഇവിടെ നമുക്ക് വേണ്ട വരുമാനം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ കോരിയെടുക്കാൻ പറ്റുന്ന അത്രയും വരുമാനം നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാത്രമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കരിയറായിട്ട് എന്റെ ചൂസ് ചെയ്തു. അന്ന് അമ്മയോടും അതുപോലെ തന്നെ നൗഷാദ് സാറിനും മാത്രമാണ് ചോദിച്ച് റിസൈൻ ചെയ്യട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നത്തെ ഒരു 4 വർഷമായിട്ട് ബിസിനസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ 3 ആൾക്ക് ഒരുമിച്ച് വട്ടായതാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഈ ബിസിനസിനെ കരിയറായിട്ട് ഓപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദൈവം സഹായിച്ചത് കുഴപ്പമില്ലാത്ത റാങ്കിലേക്കൊക്കെ മാറാനൊക്കെ സാധിച്ചു. ഈ ബിസിനസ്സിനോട് വന്നിട്ടാണ് ആദ്യമായിട്ടുള്ള ഒരു കാറ് സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ആദ്യം മേടിച്ചത് ടാറ്റ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ്. അത് വീട്ടിലുണ്ട്. അതിനുശേഷം നമ്മൾ വാങ്ങിയ ഒരു വാഹനമാണ് ബ്രസ എന്ന് പറയുന്ന വാഹനം. അതുകൂടെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്, 2 കളറ്. ഇപ്പോ 2 വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാധിച്ചത് ഈ ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷമാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ ബിസിനസ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശരിക്കും കേരളത്തിനകത്ത് പുറത്തൊക്കെ ബിസിനസ് ഉണ്ട്. വലിയ തരത്തിൽ ബിസിനസിനെ നോക്കി കണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം സൂചിപ്പിച്ച പോലെ തന്നെ വേറെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാനും ഈ നാഷണൽ ടീമോട്ട് റാങ്കിലോട്ട് മാറാൻ പോവുകയാണ്. കുറച്ച് കുറവുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഷനോട് കൂടി ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി സ്റ്റഡി ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ള കാര്യം, ഞാൻ നിർത്താൻ പോവുകയാണ്, അധികം നേരത്തെ പറയുന്നില്ല. എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ള കാര്യം, ഈ ബിസിനസ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാവണം. ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്.
കാലഘട്ടത്തിൽ ബിസിനസ് ആണ് ട്രേഡ് വിത്ത് ടെക്നോളജി പറയും. ടെക്നോളജി ഉപയോഗിച്ചുള്ള കച്ചവട രീതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഉപയോഗിച്ച് ആരെല്ലാം കച്ചവടം ചെയ്യുന്ന അവർക്ക് എന്താ വലിയ തരത്തിൽ വളർച്ച കാണിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെ നോക്കിയാലോ ഇപ്പൊ നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല കോടീശ്വരന്മാരെ എടുത്തു നോക്കി അതിനകത്ത് ആമസോണിന്റെ മുതലാളി ഇല്ലേ, ആമസോണിന്റെ ഉടമസ്ഥനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവര് ചെയ്യുന്നതും ഫ്ലിപ്കാർട്ടിന്റെ ഉടമസ്ഥനായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഫ്ലിപ്കാർട്ട് ചെയ്യുന്നുണ്ട്, ആമസോൺ ഒക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കാര്യം എന്താ? അവരൊക്കെ ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ വീടിന് മുമ്പത്തോട്ട് എത്തിച്ചു തരുന്നു. ഞാൻ പറയും കൊറോണയ്ക്ക് ശേഷം ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം വീടിന് മുമ്പത്തേക്ക് എന്തെങ്കിലും അങ്ങനെ തന്നെയല്ലേ പച്ചക്കറിക്കാർ ഡെലിവറി നടത്തുന്നുണ്ട്. നാട്ടിലൊക്കെ ഇല്ലേ പലചരക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റ് വിളിച്ചു പറഞ്ഞാൽ പച്ചക്കറി വീട്ടിലെത്തും, പലചരക്കും വീട്ടിലെത്തും. ഇനി എന്ത് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് എത്തുന്ന തരത്തിലോട്ട് നമ്മുടെ കാലഘട്ടം മാറി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നു? ആളുകൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അവരുടെ വീട്ടിലേക്ക് നമ്മളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഡോർ ടു ഡോർ ഡെലിവറി ആണ് വഴി നടക്കുന്നത്. നമ്മളാണെങ്കിൽ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആമസോൺ എന്ത് ചെയ്തു, ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്തു നമ്മൾ ചിന്തിച്ചു നോക്കണം. ഉൽപ്പന്നം അവരാകെ ചെയ്ത കാര്യം ടെക്നോളജി ഉപയോഗിച്ചുള്ള മാത്രം ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കി ഉൽപ്പന്നം വിൽക്കാൻ ആളെയും വാങ്ങിക്കേണ്ട ആളെ നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇതിനെ കണക്ട് ചെയ്യാൻ ചെയ്തു. മേടിക്കേണ്ട ആളെയും വിൽക്കേണ്ട ആളെ നമ്മൾ കണക്ട് ചെയ്തു. ഇതേ കാര്യം നമ്മളും ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങള് വെല്ലസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കേണ്ട ആളുകളെയും അല്ലെ അത് വാങ്ങിക്കേണ്ട ആളുകളെ നമ്മളെ കമ്പനിയുമായി ഒന്ന് കണക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് ആ കണക്ഷൻ നിങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഒട്ടാകെ കണക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വൈലറ്റിൽ പറയുന്ന 2,10,000 നിങ്ങളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലും മുടങ്ങാതെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല മഹത്തായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ആ കണക്ട് ചെയ്യാനുള്ള പണി മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത്തരത്തിൽ എല്ലാ ആളുകളിലേക്കും നമ്മൾ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും അവരുടെ വൈലറ്റുമായി കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. വിഷു ഓൾ ദി ബെസ്റ്റ്. ജയമാലിശ്വരി. എന്തൊക്കെ പറയാനേ, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്കാണെങ്കിൽ ബോറടിക്കും പറഞ്ഞതന്നെ പറഞ്ഞു. ശരിയല്ലേ? ഇനിയിപ്പോ ഇതിൽ എന്തായിരിക്കും വേണം പറയാ. അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. മിക്ക കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു ഇതിന് മുമ്പ് വന്ന ലീഡേഴ്സ്. എന്നാലും MLA സ്റ്റേറ്റിലെ ഒരു കടല് പോലെയാ, എത്ര പറഞ്ഞാലും തീരുമില്ല. എനിക്ക് പറയാനുണ്ട്, കേൾക്കണം എന്നൊക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യവും ഒരുമിച്ച് പുറത്താക്കി പറഞ്ഞാൽ ഇവർക്ക് ഒരു കയ്യടി കൊടുത്തേ. നേരത്തെ സാറ് പറഞ്ഞു വട്ടായോ കുടുംബത്തിന് അല്ലെ, 3 പേര് ചെയ്തു എന്നാ പറഞ്ഞു. അതേ വട്ട് കയറിയ കുടുംബത്തിലാണ് ഞാനും. എന്റെ വീട്ടിൽ 4 പേർക്കാണ് ഈ വട്ട് കയറിയിരിക്കുന്നത്. അതിൽ 2 RTC, ഒരാൾ NTCക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 2 RTC-യാണ്. ഇനി ഒരാള് BTC-യാണ്. അപ്പോ ഇതേ വട്ട് മിക്ക കുടുംബങ്ങളിലും കാണാൻ കഴിയും. ക്ലിയറായോ? അപ്പൊ ഇത് വട്ടല്ല, സത്യത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം ആയതുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് തന്നെ കൊടുക്കുന്നതിന്റെ കാരണം. ആദ്യം നമ്മൾ നല്ലതൊരു കാര്യം കിട്ടിയാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്കായിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഏട്ടൻ, ചേച്ചി, അനിയത്തിമാർക്കൊക്കെ ആയിരിക്കും അല്ലെ. അങ്ങനെ കൊടുത്ത പലരും ഇവിടെ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെറുതെ ഏട്ടൻ ഒരാളെ കെട്ടാൻ വേണ്ടി പറ്റിച്ചതല്ല, അല്ലെങ്കിൽ അനിയത്തി ചെയ്തതല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴാ വരിക എന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് പറയുമ്പോഴാണ്. അതിനെന്ത് ചെയ്യും, ഒരു 3 വർഷമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമയോടെ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇനി വട്ട് കയറാത്ത പലരും ഉണ്ട് അല്ലെ. വട്ട് ആരൊക്കെയോ എങ്ങനെയൊക്കെയോ പെടുത്തി, അങ്ങനെ പെട്ടു. എന്നിട്ട് ഇത് നിർത്താനും കഴിയൂല, അങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല. അങ്ങനത്തെ കുറെ പേരില്ലേ, ഉണ്ടാവില്ലേ അല്ലെ. ഇത് എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യുന്ന അറിയാത്ത കുറെ പേരുണ്ടാവും. അവർക്ക് വിടന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇവര് നിർത്തി, ഇപ്രാവശ്യത്തോടെ നിർത്തി എന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും അവരുടെ കസ്റ്റമർ, പഴയ കസ്റ്റമർ ഇത് എങ്ങനെയൊക്കെ വിറ്റൊഴിപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണത്തിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ പിന്നെയും നിങ്ങളിത് നിർത്തുണ്ടോന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ നിർത്തിയോന്ന് അറിയില്ല. അവരോട് വീണ്ടും വന്ന് എന്ത് ചെയ്യും, ഒരു പുറത്ത് ചോദിക്കുമ്പോ നമുക്കുള്ളത് പിന്നെ ഒരു വലി, ആഹാ ഒരു പേസ്റ്റ് കൊടുത്ത് 50 രൂപ കിട്ടുമല്ലോ, അപ്പൊ ഇപ്രാവശ്യം നിർത്തണ്ട, അടുത്ത ആഴ്ച നിർത്താം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് പേര് എന്റെ ഈ ഒരു 5 വർഷത്തെ 6 വർഷത്തെ എക്സ്പീരിയൻസിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളിത് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇത് നന്നായിട്ട് ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്യാം. ഏറ്റെടുത്ത് ചെയ്ത നിങ്ങൾ ഇടുന്ന ഓരോരോ എഫർട്ടിനും നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കും MLA എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. കാരണം ഒട്ടനവധി ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഒരു കമ്പനിയുടെ പ്ലാൻ ആണെന്ന് നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നത്. അപ്പൊ ഇനി പിന്നെ ഈ
ചിന്തയുണ്ടല്ലോ അല്ലെ, ഇപ്പൊ നിർത്തണം, ഒന്നും കിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊന്ന് പറയാം. കാരണം തുടക്കത്തിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടാൽ മനസ്സിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഒരു കൃഷിന്റെ ഒരു കഥയാണ്. ഞങ്ങളെ ലീഡേഴ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണത്. തുടക്കത്തിൽ അത് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു തിരിച്ചറിവ് വന്നത്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ കേട്ടതാവാം, കേൾക്കാത്തവരുണ്ടാവാം. കേട്ടവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ഷമിച്ചതിന് കേൾക്കുക. അപ്പൊ മനുഷ്യനും കുരങ്ങനും കൂടെ എന്ത് ചെയ്തു, ഒരു പോട്ടി വെച്ചിട്ട് അവരെന്ത് ചെയ്തു, കൃഷി നട്ടു. ഒരേ വളപ്പില് രണ്ട് സ്ഥലത്തായിട്ട് അവരെന്ത് ചെയ്തു. ഇത് കുരങ്ങന്റെ കൃഷി, ഇത് മനുഷ്യന്റെ കൃഷി. രണ്ടുപേരും സെയിം പണിയാണ് എടുത്തത്. ഇവര് മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ കുരങ്ങനും ചെയ്തു. തളമെടുത്തു, വെള്ളം നനവ്, കൃഷി, വളം ഒക്കെ നട്ടത് കപ്പയായിരുന്നു. പക്ഷെ മനുഷ്യന്റെ കപ്പ എന്ത് ചെയ്തു, ഡെയിലി കാലത്ത് പോവും, കുരങ്ങനും പോവും, മനുഷ്യനും പോവും. മനുഷ്യന്റെ തോട്ടത്തിൽ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുരങ്ങനും അതേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വിളവെടുക്കുന്ന സമയത്ത് പച്ചക്കറി തോട്ടം, എന്താ പറയാ, കപ്പ തോട്ടം എന്ത് ചെയ്തു, വളരെ ഗംഭീര തോട്ടമായിരുന്നു. മനുഷ്യൻ നട്ട കപ്പത്തോട്ടം. പക്ഷെ കുരങ്ങന്റെ തോട്ടം നട്ടത് എങ്ങനെയാണോ സെയിം അതുപോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നു കപ്പള കൊള്ളികൾ. അതിന്റെ കാരണം എന്താന്ന് വിചാരിച്ചപ്പോ വളം കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, കളയെടുത്തിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് കുരങ്ങന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ കാര്യം അവർ മനുഷ്യൻ അറിയാതെ ചെയ്തു. ഡെയിലി കാലത്ത് വന്നു കഴിഞ്ഞാൽ കുരങ്ങന്മാര് ഇതിന്റെ ഓരോന്നിന്റെ മൂടൊന്ന് പിഴുതു നോക്കും, വേറെ ഉറച്ചോന്ന്. മനുഷ്യൻ എന്ത് ചെയ്തില്ല, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ബിസിനസ്സിൽ കടന്നു വന്ന എല്ലാരും കുരങ്ങന്മാരുടെ എന്തി ഇത് വന്ന് 5000 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നോട്ടം ഇതിന് വേര് വന്നോന്ന് ഡെയിലി എടുത്ത് പിഴുത് നോക്കണ്ടെന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? പിഴുത് എടുക്കുന്നവരാണ് ഇന്ന് മിക്ക ആളുകളും ഇതിൽ വളരാതെ പോകാനുള്ള ഒരൊറ്റ കാരണം. നിങ്ങൾ ഒന്നും നോക്കരുത്, നടുക. നിങ്ങൾ എടുത്ത തീരുമാനം കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിളവെടുപ്പ് ഉണ്ടാവും. അതിനൊരു ക്ഷമ കാട്ടുക. ആ വിളവെടുപ്പ് എന്താണോ നിങ്ങൾ നട്ടത്, ഒരു തെങ്ങാണെങ്കിൽ അത് വിളവെടുക്കണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും, ഇല്ലേ? ഉണ്ടോ? എടുക്കോ? വാഴയാണെങ്കിലോ 6 മാസമാണ്, അല്ലേ? ഇങ്ങനെ ഓരോന്നിനും ഓരോരോ കണക്കുണ്ട്, സമയമുണ്ട്, പരിധികളുണ്ട്. MLA സ്റ്റേറ്റിൽ ഏറ്റെടുത്ത ആളുകള് നട്ടത് വാഴയോ കപ്പയോ അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നട്ടിട്ടുള്ളത് തെങ്ങാണ്. ആ തെങ്ങിന് വിളവെടുക്കണമെങ്കിൽ സമയമെടുക്കും. ക്ഷമയോടുകൂടി അതിന് തടമെടുക്കുക. എല്ലാ വർഷവും വളവും വെള്ളവും പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. അറിയാത്തതല്ല, അറിഞ്ഞവരോട് എന്ത് ചെയ്യുക, വിളവെടുത്ത ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുക. എന്നിട്ട് അതിനൊരു ക്ഷമ കാണിച്ച് നടത്തിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജീവിതം കഴിഞ്ഞാൽ 3 തലമുറയ്ക്കും വിളവ് തരുന്ന ഒരു വടവൃക്ഷമാണ് നിങ്ങൾ നട്ടിട്ടുള്ളതെന്ന് നിങ്ങളൊരു തിരിച്ചറിവുണ്ടാകാൻ മാത്രം പറഞ്ഞുകൊണ്ട്